വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അപ്പോൾ അതായത് നമ്മുടെ ഈ നമ്മുടെ ഈ ദുരിതാശ്വാസ ഫണ്ട്, അതായത് സർക്കാർ ചെലവാക്കിയ പണം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ആണോ ചിലവാണോ എന്നുള്ള തർക്കം വന്നപ്പോൾ ഒരു ആശയ കൺഫ്യൂഷൻ ഉണ്ടായി. ഈ കൺഫ്യൂഷൻ ഉണ്ടായ സമയത്ത് ഉയർന്നു വന്ന ഒരു കാര്യമാണ് ഇത് ചിലവാണെന്ന രീതിയിൽ വാർത്താ ചാനലുകൾ വാർത്ത പുറത്തുവിട്ടു. കേരളത്തിൽ ഈ ആദ്യമായിട്ട് ഈ വാർത്ത പുറത്തുവിട്ടത് ശരിക്കും 24 അല്ല. ആദ്യത്തെ 3 ചാനലും 24 അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3-4 ചാനലുകൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ വാർത്തയുമായി 24 വന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വാർത്ത ഇത് എസ്റ്റിമേറ്റ് തുകയാണെന്ന് മനസ്സിലായപ്പോൾ ഈ വാർത്ത 24 മാറ്റുകയും ആദ്യമായിട്ട് ഇക്കാര്യത്തിലാണ് ആദ്യമായിട്ട് 24 പറഞ്ഞത് ഇത് എസ്റ്റിമേറ്റ് തുകയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ കണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമായിട്ട് ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ വാർത്ത പടച്ചുവിട്ടത് തന്നെ നമ്മളാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു. മറ്റു ചാനലുകളുടെ പേരുകളൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ പേര് പറയണമെന്നുള്ളതല്ല, അത് അവാസ്തവമാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. 3-4 ചാനൽ കഴിഞ്ഞിട്ടാണ് 24 ഈ വാർത്ത വന്നത്. അതിൻ്റെ ക്രെഡിറ്റ് മാത്രം നമുക്ക് ലഭിച്ചാൽ മതി. പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ഏറ്റവും വൈകുന്നേരം വിജയരാഘവൻ ഒരു കാര്യം അഭിപ്രായപ്പെട്ടു. നമ്മൾ ഈ വിവാദം ഉണ്ടാക്കി നമുക്ക് ലഭിക്കാനുള്ള, വയനാടിനെ നമുക്ക് ചേർത്ത് പിടിക്കണം, അതുകൊണ്ട് തന്നെ ലഭിക്കാനുള്ള കേന്ദ്ര വിഹിതം അതുകൊണ്ട് നഷ്ടപ്പെടാൻ ഈ വിവാദങ്ങൾ കാരണമാകരുത്. അതുകൊണ്ട് നമ്മുടെ മലയാളി സുഹൃത്തുക്കളോട്, പൊതുപ്രവർത്തകരോടും രാഷ്ട്രീയ പ്രവർത്തകരോടും മാധ്യമക്കാരോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ റിക്വസ്റ്റ്, ഈ വിവാദം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഈ വിവാദമായി നമ്മൾ മുന്നോട്ട് പോയാൽ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കാൻ പോകുന്ന വയനാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കുകയും പിന്നീട് നമുക്ക് കേന്ദ്ര വിഹിതമൊക്കെ കിട്ടി നമ്മൾ ഒരു ലെവലായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വിവാദം വീണ്ടും തുറന്നു വിടാം. വിവാദത്തിന് വളക്കൂറുള്ള മണ്ണാണല്ലോ കേരളം. അതുകൊണ്ട് ഇനി ഈ വിവാദവും പിടിച്ചുകൊണ്ട് ആളുകൾ മുന്നോട്ട് പോകരുതേ. അത് സോഷ്യൽ മീഡിയ ആയാലും മാധ്യമങ്ങളായാലും പൊതുപ്രവർത്തകരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും വിവാദവുമായി ഒരടി പോലും ഇനി മുന്നോട്ട് ചലിക്കരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിൻ്റെ ദുരന്തം ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.